അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് യൂട്യൂബർ തൊപ്പി എന്ന നിഖാദിനെതിരെ കേസെടുത്തു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിത്ത് സോളിഡ് പ്രൂഫ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. അപ്പം തൊപ്പിയണ്ണന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ നടന്ന ചെറുക്കനായിരുന്നു. പക്ഷേ വല്ല കാര്യം ഉണ്ടായിരുന്നു. സ്ട്രീം ചെയ്ത് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. ചുമ്മാ പിള്ളേരുടെ കുറെ വീഡിയോ എടുത്തിട്ട് ഇപ്പം കിടക്കുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഷമീർ ഒളിവിലാണെന്നല്ലേ പറഞ്ഞു, ഇപ്പം തിരിച്ചു വന്നു വീണ്ടും. നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഒളിവിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, ജാസിയും അമ്മു ഇവരൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ ക്യാമറയുടെ മുമ്പിൽ വരില്ല. അപ്പോൾ ഓനെയും കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടാണ് ഉള്ളത്. സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഉള്ള സാധനങ്ങളുണ്ട്. അതായത് അന്ന് DGP ഓർഡർ ഇട്ടല്ലോ. ഈ DGP ഓർഡർ ഇട്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളും കൊണ്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഇത് PCL എടുത്ത് ഞാൻ ഓടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ടം വഴി ഓടി. അതാ പാവം ചെറുക്കൻ PC കൊണ്ട് ഓടിയില്ലേ. ഈ ചളിയിലൂടെ ഞാൻ ഓർഡർ ചെയ്ത് DGP ഓർഡർ ഇട്ട് ഈ പറഞ്ഞ പോലെ സീനായി, നമ്മൾ പേടിച്ച് പാനിക് അറ്റാക്കായി. അങ്ങനെ ആയിട്ട് ഉള്ള സാധനങ്ങളും കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തത്, മനസ്സിലായോ? എൻ്റെ PC ഇത് കൊടുത്തിട്ട് ഞാനിങ്ങനെ മറ്റേ ബോക്സിലിട്ട് വീശി എടുത്ത് മമ്മ ഒരു മോണിറ്റർ എടുത്ത് ഇങ്ങനെല്ലാക്കി നമ്മൾ ഓടി പോയി. അപ്പോൾ ഇവിടെ കുറച്ച് ഗെയിമിങ് ചെയറും പിന്നെന്താ എൻ്റെ കുറച്ച് 1-2 ഡ്രസ്സും പരിപാടികളും ഇങ്ങനത്തെ അല്ലറ ചില്ലറ ലൈറ്റും അതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 കാര്യങ്ങൾക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു അഡ്വക്കേറ്റിനെ കാണണം. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ കണക്ഷൻ 1 വർഷത്തേക്ക് എന്തോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ബാക്കി കിട്ടാവുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ വാങ്ങിയെടുക്കണം. പിന്നെ വാടകൻ്റെയും ബാക്കി എന്തെങ്കിലും ഇവിടെ താമസിച്ച് ഇത്രയല്ലേ താമസിച്ചുള്ളൂ നമ്മൾ. അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലും ബാക്കി വാങ്ങണം. ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് ഈ വീട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ത് ഈ പറഞ്ഞ പോലെ ഞാൻ 1 വർഷത്തേക്കാണ് ഇവിടെ ഈ വൈഫൈ എടുത്തത്. അതിൻ്റെ വലിയ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 ദിവസമായിരിക്കും, അല്ല 1-2 ആഴ്ച ആയിരിക്കും നമ്മളിവിടെ നിൽക്കാന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ ഈ പറഞ്ഞ പോലെ ഇവിടെ 1 വർഷത്തോളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി അതിൻ്റെ പൈസ മൊത്തം 1 വർഷത്തേക്കാണ് ഇത് എടുത്തത്, മനസ്സിലായോ? പിന്നെ ഞാൻ ഇവിടുത്തെ ചേച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, രഹസ്യമായിട്ട് ഞാൻ ചോദിച്ചു ആരെയും വന്നോ. ചേച്ചി പറഞ്ഞു വെച്ചാൽ ആരും വന്നിട്ടില്ല, പോലീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് വെറുതെ പാനിക്കായിട്ട് ഓടിയതാണ് കേട്ടോ. അതിപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷേ ആ പേടിയിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ നോക്കുമ്പോൾ ന്യൂസ് നോക്കുമ്പോൾ എല്ലാം ഇത് കണ്ട് പേടിച്ച് അങ്ങനെ ഓടിപ്പോയതാണ്. ശരിക്കും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് പേടിയിൽ അത് പറ്റിപ്പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൗസ് ഓണറിനെ കണ്ടിട്ട് ബാക്കി കിട്ടാവുന്നത് വാങ്ങണം. പിന്നെ വക്കീലിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും, കാരണം ഡ്രൈവ് ചെയ്ത് വന്നതായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഗൈസ് ഈ വീട് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പെട്ടെന്ന് ഒയ്യേണ്ട വരും, 1 മാസം പോലും തയ്ച്ച് നിൽക്കാൻ പറ്റൂല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല, മനസ്സിലായോ? അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കും, അല്ല വേറൊന്ന് വിധിക്കും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തത്തിൽ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, നോക്കാം എന്താകുമെന്നും. ആരെ അറസ്റ്റ് ചെയ്യും, ആരെ അറസ്റ്റ് ചെയ്യാതിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തായാലും തൊപ്പിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താ ശരി തെറ്റ് എന്നും.